ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഓണൈറ്റത്തിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ് എടുക്കുന്നത്. അതിന് നമ്മൾ കൂമ്പാണ് എടുത്തേക്കുന്നത്. നമ്മൾ കൂമ്പ് തോരൻ എങ്ങനെ തയ്യാറാക്കാം എളുപ്പത്തിലെന്ന് നമുക്ക് കാണാം. നമ്മുടെ ചാനലെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന് മുമ്പത്തുള്ള വീഡിയോകൾ കാണാത്തവരാണെങ്കിൽ വീഡിയോകൾ കാണണം, കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് എങ്ങനെ കൂമ്പ് തോരൻ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പം വീഡിയോയിലോട്ട് പോകാം. കൂമ്പൊക്കെ അരിഞ്ഞ് തീരാറായേ. ഇപ്പോൾ ഉള്ള ചെറിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ ആരും കൂമ്പൊന്നും അരിയത്തില്ല. കാരണം ജോലിക്ക് പോകുന്നവരും വീട്ടമ്മമാരായ കൊച്ചു സ്ത്രീകളൊക്കെ കൂമ്പരിയാൻ എല്ലാവർക്കും മടിയാണ്. കാരണം ഇതിലൊരു കറ കയ്യിൽ നിന്ന് പോകത്തില്ല. അതേസമയം കണ്ടു നമ്മൾ കൂമ്പ് അരിയുന്നതിന് മുമ്പ് ഇച്ചിരി വെളിച്ചെണ്ണ കയ്യെ തൂത്ത് ഇച്ചിരി പൊടിയും കൂടെ കയ്യെ തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കറയാവത്തില്ല. ഇത് പേടിച്ച് ഇപ്പോൾ ഉള്ള പിള്ളേരാരും കൂമ്പരിയത്തില്ല. പ്രായമുള്ള അമ്മച്ചിമാരുള്ള വീട്ടിൽ അമ്മച്ചിമാരാണ് കൂമ്പരിഞ്ഞു തരുന്നത്. പക്ഷെ നമുക്കൊക്കെ അരിയും കൂമ്പ്. കണ്ടോ, കയ്യിലൊന്നും ഒരു ശകലം പോലും കറ പറ്റത്തില്ല. കണ്ടോ, ഇത് കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ കൂമ്പ് അരിയുന്നത് നിങ്ങളെ കാണിച്ചതേ. ബാക്കി അരിഞ്ഞ് ഇത് തോരൻ വെക്കുന്ന കാണിക്കാം. നമ്മളിവിടെ കൂമ്പെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് ഇതിനകത്തോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതിൻ്റെ കറയൊന്ന് പോകാനായിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കയ്യിലിങ്ങനെ തൂത്തിട്ട് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഇതിൻ്റെ നാര് കളയരുത് കേട്ടോ. നാരടങ്ങിയ ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കണമെന്നാണ്. ഇതിന് ചിലരുണ്ട് ഈ നാരിങ്ങനെയുള്ള എടുത്താൽ കളയും. നമ്മൾ സൂക്ഷിച്ച് അരിഞ്ഞാണ് ഈ നാരിങ്ങനെ അങ്ങ് എടുത്തിട്ട് നാര് കളയരുത്. നമ്മളിവിടെ കൂമ്പെല്ലാം അരിഞ്ഞ് വെച്ച് നമുക്കിനി ഇതിന് വേണ്ടുന്ന തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് നമ്മളുള്ള പച്ച കാന്താരി എരിവിനനുസരിച്ച് ഉണ്ട്, ഇത്രയും കാന്താരി ഉണ്ട്, ഇത്രയും വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, തേങ്ങ തോരൻ്റെ അനുസരിച്ച്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കാമേ. നമ്മൾ നല്ലതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു. കടുക് അങ്ങോട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക്, കറിവേപ്പില, ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പിട്ട് കൊടുക്കാം. ഈ കൂമ്പിനകത്തേ ഒരു സവാള, ചെറിയൊരു സവാള അരിഞ്ഞത് അതുകൂടെ ആഡ് ചെയ്യണേ. വേവിച്ച് വെച്ചിരിക്കുന്ന പൻപേർ, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട, ആവിയിലിരുന്ന് അത് വെന്തോളും. നമുക്ക് ഇതിനെ തുറന്നു നോക്കാമേ. നമ്മൾ ചേരയിൽ വെച്ചിട്ട് 5 മിനിറ്റ് ആയില്ല വെച്ചിട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ആ ഒറ്റ ആവിയിലിരുന്നത് വെന്തു. പിന്നെ അത് വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ സവാള ഓപ്ഷനിലാണ്. സവാള ഇട്ട് നമ്മൾ വെക്കുമ്പോൾ ഒന്നും കൂടെ രുചി കൂടും. സവാള ഇല്ലെങ്കിലും കൂമ്പ് തന്നെ ആണെങ്കിലും തോരൻ വെക്കാം. സ്വാദിഷ്ടമായ കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ തോരൻ റെഡിയായി. നമുക്ക് ഉപ്പുണ്ടോ എന്നും വെന്തോന്നും ഒന്ന് നോക്കാം. നല്ല എരിവും നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. ഒരു സവാള മാത്രം ഇതിനകത്ത് അരിഞ്ഞിട്ടാൽ മതി. ഒത്തിരി സവാള ചേർക്കരുത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സവാള കൂടിപ്പോയ വേറെ രുചിയാവും. ഒരു സവാള കൂമ്പിന്റെ അനുസരിച്ച്. ചെറിയ ഒരു തോനുള്ള കൂമ്പലുള്ളത്, അതുകൊണ്ട് ചെറിയൊരു സവാള. ഇതിലും കുറച്ച് കൂമ്പിന്റെ അളവുള്ളതെന്നുണ്ടെങ്കിൽ പകുതി സവാള ചേർക്കാം. ഇങ്ങനെ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയുണ്ട്. തമാശയ്ക്ക് പറയുന്നതല്ല, നല്ല രുചിയുണ്ട്. നമ്മൾ ബാക്കി വരുന്ന ഐറ്റംസ് നിങ്ങൾ ഇതുപോലെ കാണണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇത് ചെയ്യാനുള്ള പ്രചോദനം. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ വരുന്നതായിരിക്കും. ഇത് നമ്മുടെ ഓണ ഐറ്റത്തിൻ്റെ 10ാമത്തെ ഐറ്റമാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി.